തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും താരമാകുന്ന രാഷ്ട്രീയക്കാരിയാണ് ശോഭന ജോർജ് അല്ലേ? അതെ, കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് എത്തിയ ശോഭന ജോർജ് ഇത്തവണയും തന്റെ തട്ടകമായ ചെങ്ങന്നൂരിൽ LDF സ്ഥാനാർത്ഥിക്കായി സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ജയത്തേക്കാൾ ശത്രുക്കളെ തോൽപ്പിക്കുന്നതിലാണ് ആനന്ദമെന്ന് ശോഭന ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി യു ഷൈജുവുമായി നടത്തിയ സംഭാഷണം കാണാം. ഇനി അതിലേക്ക്. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലായി ശോഭന ജോർജ് മത്സരിക്കുകയല്ല, മത്സരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജയിക്കുകയല്ല, ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വയം പറഞ്ഞുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ചെങ്ങന്നൂരിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും വണ്ടി കയറുന്നത്. ഇത്തവണയും UDFന്റെ കയ്യിൽ നിന്നും LDFിലേക്ക് മാവേലിക്കര ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കുന്നതിന് തന്നാലാവുന്നതും ചെയ്യും എന്ന പ്രതിജ്ഞയെടുത്താണ് തിരുവനന്തപുരത്ത് നിന്നും പ്രചാരണത്തിനായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ചെങ്ങന്നൂരിൽ എത്തിയിട്ടുള്ളത്. ശോഭന ജോർജ് മീഡിയ വണ്ണിനോട് തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കും. വലിയ സന്തോഷം. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തന്നെ വലിയ സന്തോഷം. എന്റെ മനസ്സിൽ കൂടെ ഒരുപാട് ഓർമ്മകളാണ് കടന്നുപോയത്. 91 ഞാന് ചെങ്ങന്നൂർക്കാരിയാണ്, എങ്കിലും ഭർത്താവിന്റെ ജോലിയായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്തുനിന്ന് ചെങ്ങന്നൂരിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി വണ്ടി കയറുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷനോടാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയാവുന്നു, ചെങ്ങന്നൂരിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും? കാരണം അന്ന് വരെ ചെങ്ങന്നൂരിലെ കൈപ്പത്തി ചിഹ്നത്തിൽ ആരും മത്സരിച്ചിട്ടില്ല. ആദ്യമായിട്ട് കൈപ്പത്തി ചിഹ്നത്തില് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നത് ഞാനാ. 91 മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ കൈപ്പത്തിയാ ചെങ്ങന്നൂര് ജയിച്ചത്. പക്ഷേ കൈപ്പത്തിയിൽ നിന്ന് ശോഭന ജോർജിനെ പുറത്താക്കി ചെങ്ങന്നൂരിലെ ജനങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് KK രാമചന്ദ്രൻ നായരും സജി ചെറിയാനും ചെങ്ങന്നൂര് ജയിച്ചത്. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ചിറ്റയം ഗോപകുമാർ എന്ന് പറയുന്നത് സജിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നാടിന് ഒരു അസറ്റായിരിക്കും, ഒരു സംശയവും വേണ്ട. കാരണം കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുതലേ ചിറ്റയം ഗോപകുമാറിനെ എനിക്കറിയാം. ഒരു റോൾ മോഡലാണ്. എല്ലാം മതേതരത്വവും ജനാധിപത്യവും സമത്വവും സാഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവെന്ന് പറയല്ലോ. അങ്ങനെ ഒരു ഈ തലമുറയുടെ ഒരു നല്ല പ്രതീകമാ ചിറ്റയം ഗോപകുമാർ. കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റായി, അടൂരിൽ MLA ആയി. അടൂർക്കാർക്ക് പറയുമ്പോഴേ 7 നാക്കാം. അപ്പൊ ശരിക്കും ഈ മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലം ചിറ്റയം ഗോപകുമാറിന്റെ കൂടെ തന്നെയായിരിക്കും. ചിറ്റയം ഗോപകുമാർ ഇവിടെ നിന്ന് ജയിക്കും. ചെങ്ങന്നൂരിലും തിരുവനന്തപുരത്തുമായി 5 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, 3 തവണ വിജയിച്ചു. പക്ഷേ പല സമയങ്ങളിലും ശോഭന ജോർജിന്റെ ഈ ആഹ്ലാദഭരിതമായ മുഖം കാണുന്നത് മത്സരിക്കുമ്പോഴതിനേക്കാൾ കൂടുതൽ ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കും എന്ന വാശിയുമായി ചെങ്ങന്നൂരിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? അതിനാണെങ്കിലേ ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. നമ്മൾ പുറമെ കാണുന്നത് മാത്രമല്ലല്ലോ, മനുഷ്യരുടെ യഥാർത്ഥ ഫീലിങ്സ് അവരുടെ ഉള്ളിലല്ലേ. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചെറിയ കാലം മുതലേ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. സ്ഥാനമാനങ്ങളുടെ പേരിലല്ല, പക്ഷെ അപമാനം എന്ന് പറയുന്നത് എത്ര നാള് സഹിക്കും? ഈ ഇപ്പോ ഉള്ളവരൊക്കെ എല്ലാം തികഞ്ഞവരായിരുന്നോ? അല്ലെ എല്ലാം തികഞ്ഞവരാണോ? എന്തിന്റെ പേരിലാണ് ഈ അകറ്റി നിർത്തുകയും അപമാനിക്കുകയും ഇല്ലാതാക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്ത്? എന്തിന്റെ പേരില? അപ്പൊ പെണ്ണല്ലേ, പെണ്ണിന്റെ ശൗര്യം ഒന്ന് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ. ഇപ്പം 2 സ്ഥാനാർത്ഥികളെ നിർത്തിയല്ലോ, നിവൃത്തിയില്ലാതെ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഈ പുറത്തിറങ്ങിയാണേലും ഇത് തന്റെ ഇടത്തോടുകൂടി പറയുന്നത് എന്നും കോൺഗ്രസിന്റെ അകത്തിലെ വനിതകൾക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് തീരും. കാരണം എപ്പോഴും അങ്ങനെയാ, കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ഇങ്ങനെ. എനിക്കൊക്കെ അവസരം കിട്ടി. എങ്ങനെയാണ് ഒരു പരീക്ഷണം പോലെ എന്നെ അന്ന് ചെങ്ങന്നൂരിൽ നിർത്തുന്നത്. പക്ഷെ ഏൽപ്പിക്കുന്ന ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യും സ്ത്രീകൾ. പക്ഷെ അതിന് തക്ക അംഗീകാരം അവർക്ക് കിട്ടാതെ പോകുന്നു. പക്ഷെ എന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്റെ അവസ്ഥയിലെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ലല്ലോ. സ്വന്തമായ അഭിപ്രായമുള്ളതാണല്ലോ. അപ്പൊ സ്വന്തമായ അഭിപ്രായമുള്ളവരെ വേണ്ട. അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ജയിക്കുന്നതിനെക്കാട്ടിൽ വലിയ സന്തോഷം ജയിപ്പിച്ചു വരുന്നവരെ കാണുമ്പോഴാണ്. വാശിയൊക്കെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. പക്ഷേ വാശി പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ ഇപ്പോഴും കാണിച്ചിട്ടില്ല. CPMന്റെ മെമ്പർ ആകാതെയാണ് ഇപ്പോൾ CPMന് വേണ്ടി പലപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. അതിന്റെ രാഷ്ട്രീയം എന്താണ്? അല്ല, അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചർച്ചയൊന്നും വരാത്തത് കൊണ്ടാ. ഒന്നാമത് ഖാദി ബോർഡിന്റെ VC ആയി കഴിഞ്ഞപ്പം 35,000-ഓളം സ്ത്രീജനങ്ങൾ ഇതിന്റെ അകത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ വേതനങ്ങൾ കൊടുക്കണം, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണം. അപ്പം ഈ ഞാൻ ഉടുത്തേക്കുന്ന സാരി ഖാദിയുടെ കതർ സാരിയാ.
ഇതിനു മുമ്പ് ഖദർ എന്ന് പറയുമ്പം നേതാക്കന്മാർ ഇങ്ങനെ കീറിക്കൊണ്ട് നടക്കുന്ന കീറിയ ഷർട്ട്, അതാണ് ഖദർ. അല്ലെ ഖദർ സാരി എന്ന് പറയുന്നതും രാഷ്ട്രീയക്കാർ ഉടുക്കുന്ന ഇങ്ങനെ പശയൊക്കെ തേച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് ഖദർ സാരി എന്നാണ് ധരിച്ചു വെച്ചത്. ഇപ്പൊ അങ്ങനെയല്ല, നല്ല കളർഫുൾ സാരീസ് ഉണ്ട്, നല്ല ട്രെൻഡി ആയിട്ടുള്ള സാരീസ് ഉണ്ട്. ഇതൊക്കെ എന്റെ ജോലി, ഇതൊക്കെ പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് അവരുടെ ആഹാരത്തിന് വക കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കുകയും ചെയ്യുന്നതിലാണ്. CPM അറിഞ്ഞാണ് ഒരു സംവിധാനത്തിന്റെ ചെയർപേഴ്സൺ ആക്കിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇതിന് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, 2-3 വേക്കൻസികൾ ആ സമയത്തുണ്ടായിരുന്നു. അതിൽ ഏറ്റവും താല്പര്യപ്പെട്ടത് ഞാൻ ഈ ഖാദി ബോർഡ് തന്നെയാണ്. 60 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വനിത ഇരിക്കുമ്പോഴെങ്കിലും വനിതകളുടെ കാര്യം ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് കൂടുതൽ സമയവും ഞാൻ എന്റെ ചെങ്ങന്നൂരിനെ കണ്ടതുപോലെയാണ് ഇപ്പൊ ഖാദി ബോർഡിനെ ഞാൻ കാണുന്നത്. എങ്ങനെയെങ്കിലും ആ പാവങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണമെന്നാണ് എന്റെ മനസ്സിൽ.